നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ വഴിത്തർക്കത്തിൽ യുവാവിനെ കുത്തിക്കുന്നു. പാലക്കാട് കാളവണ്ടിയുമായി പോകുന്നതിനിടയിലാണ് വഴി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം. 24 വയസ്സുള്ള യുവാവിനെ കുത്തിക്കൊന്നത്. കൊഴിഞ്ഞാമ്പാറ ഉഴലപ്പതിയിലാണ് കേരാംപാറ സ്വദേശിയായിട്ടുള്ള ഷെഫീഖ് കൊല്ലപ്പെട്ടത്. ഷെഫീഖിന്റെ സുഹൃത്തിനും കുത്തേറ്റു. കേരാംപാറ സ്വദേശിയായ നെൽസൺ ജെൻസൺ എന്നിവരാണ് ആക്രമിച്ചത്. നെൽസൺ കാളവണ്ടിയുമായി പോകുന്നതിനിടയിൽ ബൈക്കിലെത്തിയ ഷെഫീഖിന് വഴി നൽകിയില്ല. ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഒരു തർക്കമുണ്ടാവുകയും അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. വണ്ടി ബാക്കിൽ പോയത് കാളവണ്ടിയുടെ നെൽസന്റെ കാളവണ്ടി ബാക്കിൽ വഴി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഹോർൺ അടിച്ചു. അപ്പോൾ ഹോർൺ അടിച്ചപ്പോൾ അവർ എന്തിനാ ഹോർൺ അടിക്കുക അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങളുടെ കാളവണ്ടി മുമ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി വീട്ടിൽ അയച്ചു വിട്ടിട്ട് പിന്നെ ബൈക്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ജംഗ്ഷനിലേക്ക് വന്നപ്പോൾ അവന്മാർ ഞങ്ങൾ ബാക്കിൽ രണ്ട് ബൈക്ക് വന്നപ്പോൾ ബാക്കിൽ ഒരു ബൈക്ക് ഫ്രണ്ടിൽ ഒരു ബൈക്ക്. അപ്പോൾ ഫ്രണ്ടിൽ പോയ ബൈക്കിനെ റോട്ടിൽ ഒരു 10-15 പേര് നിന്നിട്ട് ചവിട്ടി താത്തിയിട്ട് അവന്മാർ 2 പേരിനെയും പിടിച്ച് നിർത്തി കുത്തിയപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി അതിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. നെൽസൺ കുത്തിയത് ഞങ്ങൾ കണ്ടു. ഇക്ബാൽ അർക്കലിനോട് വിവരങ്ങൾ ചോദിക്കാം. ഇക്ബാൽ, അപ്പോൾ ചെറിയൊരു കാരണമാണ്, അതിന്റെ പേരിലാണ് ഒരു കുത്തി കൊന്നുകളഞ്ഞത്, കൊലപാതകം നടത്തിയത്. ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണോ? ഷിഹാസ്, വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഇന്നലെ രാത്രി ഉണ്ടായത്. കേരാമ്പാറ സ്വദേശിയായിട്ടുള്ള നെൽസണും ജെൻസറും ഇന്നലെ കാളവണ്ടിയിൽ പോവുകയായിരുന്നു. ഇവരുടെ വാഹനത്തിന് പിറകിൽ ബൈക്കിലെത്തിയതായിരുന്നു ഷെഫീഖും സുഹൃത്തുക്കളും. വഴി നൽകാൻ വേണ്ടി ഷെഫീഖ് ഹോൺ അടിക്കുന്നു. പക്ഷേ ഇതിൽ പെട്ടെന്ന് ദേഷ്യം തോന്നിയാണ് നെൽസണും ജെൻസറും ഷെഫീഖുമായി തർക്കം ഉണ്ടാവുന്നത്. പിന്നാലെ ഈ തർക്കം വലിയ രീതിയിലുള്ള വൈരാഗ്യത്തിലേക്ക് മാറുകയും ഈ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് നെൽസൺ ജെൻസൺ എന്ന് പറയുന്ന 2 യുവാക്കൾ ചേർന്ന് ഷെഫീഖിനെയും സുഹൃത്ത് സിംസണെയും ക്രൂരമായി കത്തി കൊണ്ട് ആക്രമിക്കുന്നത്. കത്തിയുമായി കുത്തേറ്റ ഷെഫീഖ് ഗുരുതരമായി പരിക്കേൽക്കുകയും ഉടൻ തന്നെ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടുകൂടി ഇവരെ കൊഴിഞ്ഞാമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ചികിത്സയിൽ ഇരിക്കെയാണ് ഷെഫീഖ് മരിച്ചത്. നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഷെഫീഖിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഷെഫീഖിനൊപ്പം ഉണ്ടായിരുന്ന സിംസൺ എന്ന് പറയുന്ന സുഹൃത്തിനും ഈ നെൽസനെയും ജെൻസനെയും കുത്തേറ്റിരുന്നു. സിംസൺ ഇപ്പോൾ ഈ പരിക്ക് ഗുരുതരമായ അടിസ്ഥാനത്തിൽ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ആക്രമണത്തിനും കൊലപാതകത്തിനും ശേഷം തമിഴ്നാട്ടിലേക്കാണ് നെൽസണും ജെൻസണും രക്ഷപ്പെട്ടത്. ഇവർക്ക് വേണ്ടി വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേക സംഘത്തെ തന്നെ ഇവരെ പിടികൂടുന്നതിന് വേണ്ടി തമിഴ്നാട്ടും അതുപോലെ തന്നെ കേരളവും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. ശരി ഇക്ബാൽ, നിസ്സാര കാര്യത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. പക്ഷേ പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല.